നമസ്കാരം. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമയാകുന്നത്? അതിനുള്ള കാരണം എന്തായിരിക്കും? നമ്മൾ അവരെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനുള്ള കാരണം അന്വേഷിച്ചു പോയിട്ടുണ്ടോ? നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 2009 കണക്കനുസരിച്ച് അമേരിക്കൻ ജയിലുകളിൽ എത്തിപ്പെട്ട പ്രതികളിൽ പകുതിയിലധികം ആളുകളും മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇറ്റലിയിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതൊരു 38% മയക്കുമരുന്നുമായി റിലേറ്റ് ചെയ്ത കേസുകളായിരുന്നു. പിന്നെ ഇംഗ്ലണ്ടിൽ അത് 55%. ഓസ്ട്രേലിയയിലെ 2001 കണക്കെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 62% കേസുകളും മയക്കുമരുന്നുമായി റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. അതായത് ഇന്നത്തെ തലമുറയിലെ മനുഷ്യർ സന്തോഷം കണ്ടെത്താനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയായിട്ട് കൂടുതൽ ആശ്രയിക്കുന്നത് ഇതുപോലുള്ള ഡ്രഗ്സുകളെയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ളവർ പല കാര്യങ്ങളും മറക്കുവാനായിട്ട് മദ്യം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സമാധാനം കിട്ടാനായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നു. പിന്നെ കോൺഫിഡൻസും കോൺസെൻട്രേഷനൊക്കെ കിട്ടാനായിട്ട് ഇതുപോലുള്ള കെമിക്കൽ ഡ്രഗ്സും മറ്റ് രാസലഹരികളും അങ്ങനെ പല സാധനങ്ങളും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് സന്തോഷം നൽകും എന്നാണ് ഇവർ കരുതുന്നത്. ഈ വക കെമിക്കൽ മരുന്നുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നിത്യമായ ഒരു ആനന്ദം നൽകും എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ ആളുകൾ പോവുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി നേടി വരുമാനമുണ്ടാക്കി നമ്മൾ നമ്മുടെ കുടുംബത്തെ പോറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. ആ ഒരു ആനന്ദം വല്ല കെമിക്കൽ ഡ്രഗ്സുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് കിട്ടുവാണെങ്കിലോ? നമ്മുടെ കുട്ടികൾ പലപ്പോഴും അട്രാക്റ്റ് ആവുന്നത് ആ ഒരു കാര്യത്തിലാണ്. അതായത് ഇതുപോലത്തെ കെമിക്കൽ ഡ്രഗ്സുകളും മറ്റും ഉപയോഗിച്ച് അവർക്ക് പെട്ടെന്ന് സന്തോഷവും സമാധാനവും ആനന്ദവും കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ആണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഡ്രഗ്സുകളിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ടും പോകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പൂർവികരെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പൂർവികർ പണിയെടുത്തതും കഷ്ടപ്പെട്ടതും എന്തിനു വേണ്ടിയായിരുന്നു? അവർക്ക് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നും ഭക്ഷണം കഴിക്കാൻ ഒരു മാർഗമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അടുത്ത തലമുറ വന്നപ്പോൾ, നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ തലമുറ വന്നപ്പോൾ അവർ പണിക്ക് പോയത് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നില്ല. അവർ പോയത് നമുക്കൊരു സ്ഥലമോ വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത തലമുറ, നമ്മുടെ തലമുറയിലുള്ള ആളുകളൊക്കെ ജോലിക്ക് പോകുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, നമുക്കൊരു പുതിയ കാറ് വാങ്ങാൻ, കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള വീടുകൾ പണിയാൻ, അതുപോലെ തന്നെ യാത്ര പോകാൻ, അങ്ങനെ പല പല ലക്ഷ്യങ്ങളും വെച്ചിട്ടാണ്. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, അവർക്ക് ആവശ്യമുള്ള വീടും സുഖസൗകര്യങ്ങളും കാറും കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരെന്തിനായിരിക്കും പണിയെടുക്കേണ്ടത്? അപ്പോൾ അവർ കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലോട്ട് അവർ തിരിഞ്ഞു പോകുന്നത് അവരുടെ ഒരു നേച്ചർ അതങ്ങനെയാണ്. കാരണം ഇത്രയൊന്നും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കേണ്ട സാഹചര്യമൊന്നും അവർക്കില്ല. സാമ്പത്തികമായും മറ്റു കാര്യങ്ങളും ഒക്കെ മെച്ചപ്പെട്ടു വന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ, പുതിയ തലമുറയിലെ കുട്ടികൾ ഒക്കെ കൂടുതൽ സന്തോഷത്തിനും അവരുടെ ആനന്ദത്തിനും വേണ്ടിയിട്ട് ഇതുപോലുള്ള രാസലഹരികളിലോട്ടും മറ്റു കാര്യങ്ങളിലോട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യർക്ക് സന്തോഷം എന്നുള്ളത് 2 രീതിയിലാണ് ലഭിക്കുന്നത്. ഒന്ന് നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു സന്തോഷമാണ്. രണ്ടാമത് നമ്മുടെ ബയോകെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ളൊരു സന്തോഷമാണ്. സൈക്കോളജിക്കൽ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷകളുണ്ടാവും. ആ പ്രതീക്ഷകൾ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ലഭിക്കും. പക്ഷെ അത് എന്നും നിലനിൽക്കുന്നൊരു സന്തോഷമായിരിക്കില്ല. കാരണം നമ്മളൊരു പ്രതീക്ഷിക്കുന്ന പോലെ ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളിങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരും. അപ്പോൾ നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടി വരും ആ പ്രതീക്ഷകളെല്ലാം മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ സൈക്കോളജിക്കൽ സന്തോഷത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ജേർണി. അതത്ര എളുപ്പമുള്ളൊരു ജേർണി അല്ല. കാരണം പ്രതീക്ഷകൾ നമുക്കെല്ലാം തന്നെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പക്ഷേ പിന്നീട് നമ്മുടെ പ്രതീക്ഷകൾ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് അവിടെ സന്തോഷത്തിന് പകരം സങ്കടവും വിഷമവും ദേഷ്യമൊക്കെ ആയിരിക്കും തോന്നുക. പിന്നെ രണ്ടാമത്തെ രീതിയിലെ സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ അത് ബയോളജിക്കലായിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ വഴി നമുക്ക് സന്തോഷം കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം അച്ചീവ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള കെമിക്കൽ ഡ്രഗ്സിനും ഇതുപോലുള്ള മറ്റ് കഞ്ചാവും മദ്യവും ലഹരികളും എല്ലാം സഹായിക്കും. അപ്പോൾ അതാണ് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സന്തോഷം. അതുകൊണ്ടാണ് ആളുകളെല്ലാവരും ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ പുറകെ പോകുന്നത് പലപ്പോഴും.
പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ മാച്ച് ഫൈനൽ, അതായത് ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ മാച്ചിൻ്റെ ഫൈനലിൽ നിങ്ങൾ ജയിക്കാനുള്ളൊരു ഗോൾ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലൊരു പ്രമോഷൻ കിട്ടുക എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകും. പക്ഷേ ആ സന്തോഷം എത്ര നേരം നിലനിൽക്കും? അത് ഒരുപാട് നേരമൊന്നും ഈ സന്തോഷങ്ങൾ നിലനിൽക്കില്ല. അത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ നോർമൽ സ്റ്റേജിലോട്ട് വരും. നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ട്യൂൺ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് എന്നും സന്തോഷത്തോടെ ജീവിക്കാൻ പാകത്തിനല്ല നമ്മുടെ ശരീരം ട്യൂൺ ചെയ്തിരിക്കുന്നത്. അത് പരിണാമത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതായത് എന്നും സന്തോഷിക്കുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പരിണാമപരമായി. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു അണ്ണാനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു അണ്ണാന് ഒരു കാഷ്യൂനട്ട് കിട്ടുന്നു. ആ കാഷ്യൂനട്ട് കിട്ടുമ്പോൾ അണ്ണാൻ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അണ്ണാൻ പിന്നെ കൂടുതൽ ഭക്ഷണം തേടി പോവില്ല, മറ്റൊരു ഇണയെ തപ്പിപ്പോവില്ല. ഈ ഒരു കാഷ്യൂനട്ടിൻ്റെ സന്തോഷത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ അണ്ണാന് റീപ്രൊഡ്യൂസ് ചെയ്യാനോ അതിൻ്റെ ജീൻ അടുത്ത തലമുറയിലോട്ട് പോകാനോ ഉള്ള സാധ്യത കുറയും. അപ്പോൾ ഈ പറഞ്ഞ അണ്ണാൻ ആ ഒരു ജനറേഷനിൽ എക്സ്റ്റെൻഡ് ആയി പോകും. അപ്പോൾ പൂർണ്ണമായൊരു സന്തോഷം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിണാമപരമായി നമ്മുടെ സന്തോഷങ്ങളെല്ലാം കുറച്ച് നേരം മാത്രം നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമാണ് മനുഷ്യൻ മുന്നോട്ട് പോവുകയുള്ളൂ. അവൻ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്ത് തലമുറകൾ ആ ജീൻ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ജനറ്റിക്കായിട്ട് നമ്മുടെ സന്തോഷങ്ങളൊക്കെ വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന രീതിയിൽ ട്യൂണായി വന്നിട്ടുള്ളത്. ബയോളജിക്കലായിട്ടുള്ള സന്തോഷം, അതായത് ഈ കെമിക്കൽ ഡ്രഗ്സുകൾ ഉപയോഗിച്ചുള്ള സന്തോഷം എന്നുള്ളത്, അത് ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ മനോരോഗങ്ങളൊക്കെയുള്ള രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള ഡ്രഗ്സുകൾ അടങ്ങിയ മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സൈന്യങ്ങളിലൊക്കെ, അതായത് മനോബലമില്ലാത്ത ധൈര്യമില്ലാത്ത സൈനികർക്കൊക്കെ പലപ്പോഴും ഇതുപോലത്തെ മരുന്നുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് മുന്നോട്ട് പോയി യുദ്ധം ചെയ്യാനൊക്കെ അത് ആവശ്യമാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡ്രഗ്സുകൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതുപോലുള്ള ചികിത്സയുടെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉപയോഗപ്പെടുത്തുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡ്രഗുകളും കെമിക്കൽ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതെടുത്ത് നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ തലമുറകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ ആ ഒരു മനുഷ്യൻ എന്നുള്ളത് അവിടെ തന്നെ നിന്നു പോവും. അവൻ്റെ നോർമലായ പ്രോസസ്സിനെ അത് ഡിസ്റ്റർബ്ഡ് ആക്കും. അപ്പോൾ ഇതുപോലുള്ള കെമിക്കൽ ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്തിയാൽ പോലും അത് ഒരുപാട് നേരത്തേക്ക് നിലനിൽക്കുന്ന സന്തോഷമൊന്നുമല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സന്തോഷം വീണ്ടും ഡ്രോപ്പ് ആവും. മനുഷ്യൻ കൂടുതൽ വലിയ ഡിപ്രഷനിലോട്ടും വലിയ വിഷമങ്ങളിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രഗ്സുകളൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത എന്താണ്, അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിച്ചത്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.